നമുക്ക് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ് ആയിക്കോട്ടെ ലൈവ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിങ്സ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, നോർമൽ സ്കൂളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാബ് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ടാബ് ലോക്ക് ചെയ്ത് തരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് പഠിക്കാനുള്ളത് മാത്രമായിട്ടായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക. ഒരുപാട് ഫീച്ചറുണ്ട്, A to Z ഫീച്ചറുകളുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ഒരു 2-3 ഫീച്ചറുകളൊന്നും എടുത്തു പറയാണ് സാർ അതിൽ. കാര്യം ഇവർക്ക് വീഡിയോ ക്ലാസ്സുകളോ ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ സൈലത്തിൻ്റെ ഈ ടാബിൻ്റെ പ്രത്യേകത എന്താണെന്ന് മാത്രം ഞാനൊന്ന് പറയാണ്. നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ ആ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ് സൈലത്തിൽ നിങ്ങളിവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഞാനിത് ആപ്പ് എടുത്തിരിക്കുകയാണ്. ആപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഒരു ഫിഗർ കാണാൻ വേണ്ടി പറ്റും. AI ഗുരു എന്ന് പറയും. ഈ AI ഗുരു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ AI ഗുരു എന്ന് പറയുമ്പോൾ ChatGPT തന്നെയല്ലേ എന്ന്. ChatGPT എന്ന് പറയുമ്പോൾ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള എന്താണ്, ഈ പറയുന്ന പോലെ ഒരു AI ഗുരു ആണ്, അല്ലെങ്കിൽ AI ആണ് ChatGPT. പക്ഷേ ഇത് നമ്മൾ അക്കാഡമിക്കലി ട്രെയിൻ ചെയ്തിട്ട് അത് റിലേറ്റഡ് വീഡിയോസ്, അത് റിലേറ്റഡ് കണ്ടൻസ്, അതായത് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ട്രെയിൻ ചെയ്തിട്ട് അത് ഏറ്റവും ബെസ്റ്റ് AI ആയിട്ട് അക്കാഡമിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് AI ആണ് ആക്ച്വലി സൈലത്തിന് AI ഗുരു എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് പാതിരാത്രിയും ഡൗട്ട് ചോദിക്കാൻ നമ്മുടെ ടീച്ചേഴ്സ് ഹോസ്റ്റലിലും കാര്യങ്ങളും ഉണ്ടാവുന്നത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവർക്കൊരു മടിയില്ലാണ്ട് ഏത് സംശയവും AI ഗുരുവിനോട് ചോദിക്കാം. അതിന്റെ ക്ലാരിഫിക്കേഷൻസ് വിത്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോ കണ്ടന്റ്. ഫോർ എക്സാമ്പിൾ ചോദിക്കും സാർ, ഇവരൊരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ആ ടോപ്പിക്കിൽ നിന്നൊരു എക്സാം എഴുതണം സ്വന്തമായിട്ട്. അപ്പോൾ അവർ പറയുകയാണ് ഫസ്റ്റ് ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബേസിക് കോൺസെപ്റ്റിൻ്റെ മോൾ കോൺസെപ്റ്റ് പഠിച്ചു. അപ്പോൾ അവർ ടൈപ്പ് ചെയ്യാണ് ഗീവ് ഒരു മോൾ കോൺസെപ്റ്റിൻ്റെ 10 ക്വസ്റ്റ്യൻ ഒരു PDF തരാൻ പറഞ്ഞാൽ അപ്പം കൊടുക്കും. അതിനൊരു എക്സാം അപ്പം ജനറേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് AI ഗുരുവിനോട് നിങ്ങൾക്ക് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രം വേണം അതിൻ്റെ PDF തരാൻ പറഞ്ഞാൽ അപ്പോൾ ആ PDF AI ഗുരു എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത് തരും. അത്ര ബെസ്റ്റ്, അതായത് ഏത് സമയവും നിങ്ങൾക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ AI ഗുരു. ഈ ഫീച്ചർ സൈലത്തിൽ മാത്രമേ ഉള്ളൂ. അതെനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആ AI ഗുരുവിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒരു ഫീച്ചറും കൂടെ ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഇനി നിങ്ങൾക്ക് അതായത് നമുക്ക് ഇങ്ങനെ ഈ എക്സാം എഴുതാറില്ല, നമ്മൾ ABCD മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്, അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ സൈലത്തിലുണ്ട്. അതാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ, അപ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാം സ്വയം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ടോപ്പിക്കുകളിൽ നിന്ന് ഏതൊക്കെ പ്രീവിയസ് ഇയറുകളാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് വേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടത്, എത്ര ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, ഏതൊക്കെ പ്രീവിയസ് ഇയർ ആണ് വേണ്ടത്, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു എക്സാം വരും. ഭയങ്കര സിമ്പിൾ ആണ്. ആ എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും PDF അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ആ എക്സാമിന്റെ എൻഡിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസറും അനാലിസിസും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്ന, അതായത് നമ്മുടെ ആപ്പ് ബേസ്ഡ് എക്സാം നിങ്ങൾക്ക് നടത്താൻ പറ്റും. AI ഗുരു ഇൻഫിനിറ്റ് പ്രാക്ടീസ് പോലത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ ബാക്കി എല്ലാ ഫീച്ചറും ഉണ്ട്. അതെല്ലാം ഈ സൈലന്റ് ലേണിംഗ് ആപ്പിൽ. നിങ്ങളൊരു ഫിസിക്സ് ചാപ്റ്റർ ഒരു കെമിസ്ട്രി ചാപ്റ്ററും കൂടെ പഠിച്ചു. ഈ 2 ചാപ്റ്ററും കൂടെ മെർജ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതണമെന്ന് വിചാരിക്കുക. ഈ 2 ചാപ്റ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇനി ആ ചാപ്റ്ററിൽ തന്നെ ടോപ്പിക്ക് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പുവരുത്തി, ഈ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെറ്റി എന്നതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കടന്ന് നിങ്ങൾക്കൊരു ടോപ്പിക്ക് പഠിച്ചു പോകാൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ലോക്ക് ചെയ്ത ടാബിനകത്തായിരിക്കും സൈലം എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ തരിക.